ഞാൻ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടോട്ടെ നിങ്ങൾ കണ്ടില്ലേ. ഇതൊരു കളറാണ്, ഇത് വേറെ കളർ. ഇങ്ങനെ മൂന്ന് കളറിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂണിസ് വ്ളോഗ്സ്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു റിംഗ് ലൈറ്റിൻ്റെ. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകണ്ടാവും ഫേസിന് എത്രത്തോളം കളറില്ല. ഓൾറെഡി വലിയ കളറില്ല. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടെങ്കിൽ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ച് വെളിച്ചം കുറവുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ എന്തായാലും ലൈറ്റ് നിർബന്ധമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഏതൊരു ഡയറക്ഷനിൽ നിന്നാണ് ഇത് വരിക. നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാമറ വെക്കുമ്പോൾ നമ്മളെ ഫേസിലേക്ക് 4 സൈഡിൽ നിന്നുള്ള കളറ് നമുക്ക് കിട്ടും. അപ്പോൾ മുഖത്ത് ഷെയ്ഡ് കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉപകാരം. ഇപ്പോൾ എൻ്റെ ഫേസിൽ കണ്ടില്ല, ഈ സൈഡിൽ എൻ്റെ ലൈറ്റ് ഈ മോഡിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സൈഡിലൊക്കെ ഡാർക്ക് കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ റൂമിൽ ഫുള്ള് ലൈറ്റുള്ള ഒരു റൂമാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. ഞാൻ ഇപ്രാവശ്യം നൂണിൽ തന്നെ മേടിച്ചത് ആമസോണിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെ അല്ലേ വന്നുള്ളതെന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങളത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് കൺഫേം ചെയ്യണം. ഇല്ലെങ്കിൽ റോങ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരത് റിട്ടേൺ എടുക്കില്ല. അതുകൊണ്ട് അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ ഒപ്പം വന്ന ഒരു ബോക്സ്. ഇതിൻ്റെ പുറത്തൊരു ഷീറ്റ് ചിറ്റിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് പൊളിച്ച് അത് പൊട്ടാണ്ടിരിക്കാൻ ചെയ്തിട്ടുണ്ടായതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡും വന്നിട്ടുണ്ട്. അതിൻ്റെ പിക്ചർ ഞാൻ ഏകദേശം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 12 ഇഞ്ചിൻ്റെ ആണ്. ഇത് ബ്രാൻഡൊന്നും എല്ലാം തോന്നുന്നുണ്ട്. ബ്രാൻഡുള്ളതിൽ ഇത്ര സർക്കിൾ കുറവാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അതിൻ്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് അത്ര പറയാൻ അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആദ്യം നമുക്ക് ലൈറ്റ് തന്നെ ഓപ്പൺ ആക്കാം. 12 ഇഞ്ചിൻ്റെ ലൈറ്റാണ് ഞാൻ വാങ്ങിയത് നൂണിൽ നിന്ന്. നിങ്ങൾ ആമസോണിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും നിങ്ങൾ സോർട്ട് ചെയ്തിട്ട് ലോ പ്രൈസിൽ നോക്കുക. എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളത് മേടിക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, ഇത് ഓപ്പൺ ആക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ് ഒരു സ്റ്റാൻഡ്, ക്യാമറ കണക്ട് ചെയ്യണതിൻ്റെ, അതിൻ്റെ ബ്രാക്കറ്റ്, ക്യാമറ ഫിക്സ് ചെയ്യാൻ, പിന്നെ ഒരു മൗണ്ട് നമുക്കിതിൻ്റെ ഒപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം. പിന്നെ ഇതാണ് നമ്മളെ ലൈറ്റ്. കണ്ടില്ലേ, ഈ ലൈറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ് ആയിട്ട് പോയിട്ട് എവിടെ നിന്നും ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടായാൽ മതി. പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെ നിന്നും ഇത് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ സ്റ്റാൻഡാണ്. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള സ്റ്റാൻഡും കൂടിയാണ്. നമുക്കിത് ലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ എവിടെ പോയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ സാധനം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല 2 മീറ്ററോളം ഹൈറ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഞാനിത് കുറച്ചും കൂടി ലോങ്ങിൽ നിന്നുള്ള ഒരു ഷോട്ട് എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണില്ലേ. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ 3 സെക്ഷനായിട്ട് ഇത് വലിപ്പം കൂട്ടാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടുന്ന് അതിൻ്റെ വലിപ്പം ഫുള്ള് ഞാൻ പിന്നെ കാണിച്ചു തരാം. കണ്ടില്ലേ, പിന്നെ ഇതിൻ്റെ വീടിൻ്റെ മുകളിൽ കൊണ്ട് ഓക്കെ നമുക്കിതിൻ്റെ സ്റ്റാൻഡും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ട, അടിയിലാണ് ഇതിൻ്റെ ട്രൈപോഡ്. അപ്പോൾ അത് കണ്ടമാനം സ്പേസും ആവശ്യമില്ല. നമുക്കിത് നല്ല അത്യാവശ്യം ഹൈറ്റിൽ നമുക്കിത് വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ ഇതൊരു പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഫോൾഡ് ചെയ്യുന്ന സമയത്തൊന്ന് കെയർ ചെയ്യുക. ഇത് ബെൻഡാകാണ്ടിരിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് നമുക്ക് പവർ ബാങ്കിൽ നിന്നാ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നാ അല്ലെങ്കിൽ നിങ്ങളെ നോർമൽ മൊബൈലിൻ്റെ ചാർജറിൽ നിന്നൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് വരുന്നത് USB പോർട്ടാണ്. ഓക്കെ, നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ട്. കണ്ടില്ലേ, ഈ പവർ ബാങ്കിൽ നമുക്ക് കുത്തിയിട്ടൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പുറത്തൊക്കെ പോകുമ്പോഴും എടുത്ത് കൊണ്ടുപോകാനൊക്കെ സുഖമാണ്. അപ്പോൾ നമുക്കിതിന് വേറെ ഒരു പവർ ചാർജറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഒരു പവർ ബാങ്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിൽ 3 തരം എന്നാണ്, വാം വൈറ്റ്, അതുപോലെ 3 കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. ഞാൻ അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടോട്ടെ നിങ്ങൾ. കണ്ടില്ലേ, ഇതൊരു കളറാണ്, ഇത് വേറെ കളർ. ഇങ്ങനെ 3 കളറിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫേസിലുണ്ടല്ലോ, ഇപ്പോൾ എല്ലാ സൈഡിലും ഏകദേശം ഒരു കളറാണ്. ഇത് ശരിക്കും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡ് ഇതിൻ്റെ സെൻറ്ററിലാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ വരും. എല്ലാ ഡയറക്ഷനിലും ഇത് നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ട്. സാധാരണ നമ്മൾ മൊബൈലിൻ്റെ ഒക്കെ ഒരു ബ്രാക്കറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് കാണാണ്ടാവുന്നതായിരിക്കണം.
ഇതൊന്ന് ലൂസാക്കിയതിന് ശേഷം ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് അമർത്തി കൊടുക്കുക. കൂടുതൽ ബലം കൊടുക്കണ്ട. ഏകദേശം ഇതായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മളിതിൽ മൊബൈൽ പിടിപ്പിക്കുക. നമ്മൾ അങ്ങോട്ടല്ല ഈ സൈഡിലേക്ക് കിട്ടാം. അപ്പോൾ മൊബൈൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 സൈഡിൽ നിന്നുള്ള കളർ കറക്റ്റ് ഫേസിലേക്ക് തന്നെ വരും. ഇനി ഞാനത് ഫിക്സ് ചെയ്യുന്നതും അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റാൻഡ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടില്ല, ഇത് നമുക്ക് ചെറുതാക്കാൻ പറ്റും. നമുക്ക് ഇരുന്നിട്ട് ചെയ്യാണെങ്കിലും ഹൈറ്റിൽ നിന്നിട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഏറ്റവും ചെറിയ രൂപം എങ്ങനെയാണ് വരുന്നത് കാണിച്ചു തരാം. കണ്ടല്ലേ, ഇത്രയാണ് ഇതിന്റെ ഈ വരുന്ന വലുപ്പം. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇതുണ്ട്. അപ്പൊ ഇത് ലൂസാക്കിയിട്ട് ഇത് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് ഏകദേശം ഈ നിലക്കാക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് ഇത് ഹൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത്. നമുക്ക് ഇത് മതിയാവും. അത്യാവശ്യം നമ്മൾ ചെയറിൽ അല്ലെങ്കിൽ അവിടെ ഇരുന്ന കുക്കിങ്ങിന്റെ സമയത്തൊക്കെ നമുക്ക് ഇനി നല്ല ഹൈറ്റ് വേണമെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒന്നിച്ചാൽ മതി. കണ്ടില്ല, ഇപ്പൊ ഏകദേശം എന്റെ ചെസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഈ ലെവലിലാണ് നമ്മൾ എപ്പോഴും നിന്നിട്ട് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും നല്ലത്. ഇത് ഇനിയും കണ്ടല്ലേ, നമുക്ക് ഇനിയും ഏകദേശം 2 മീറ്ററിന്റെ അധികം ഹൈറ്റിൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഏകദേശം നമ്മുടെ ക്യാമറയുടെ ഒരു അളവിൽ ഞാനിത് ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഹൈറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ലൈറ്റിന്റെ ഒപ്പമുള്ള 1-2 സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, നേരത്തെ ലൈറ്റ് കാണിച്ചത് പോലെ തന്നെ ഇതാണ് അതിന്റെ റിംഗ് ലൈറ്റ് 12 ഇഞ്ചിന്റെ. പിന്നെ അതിന്റെ ഒപ്പമുള്ളതാണ് ഒരു മൗണ്ട്. ഈ മൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നോർമലി അവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ഒറ്റ സ്ട്രെയിറ്റിലാണ് നിൽക്കുള്ളൂ. നമുക്ക് ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് ആംഗിൾ ഒക്കെ മാറ്റണമെങ്കിൽ ഇതണ്ട, ഈ മൗണ്ടാണ് വെരി ഇമ്പോർട്ടന്റ്. ഇതെന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇല്ല എന്നുള്ളത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇത് ഇതിന്റെ ടോപ്പിൽ കണക്ട് ചെയ്യുക. ആദ്യം ഇതാണ് ടൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് ഇതിന്റെ മുകളിൽ നമുക്ക് കണക്ട് ചെയ്യാം. ലൈറ്റ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓവർ ടൈറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ആകുമ്പോൾ ഇരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ അടിയത്തെ സാധനം വെച്ചിട്ട് നമുക്ക് ബാക്കിക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ സാധനം തിരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മുഴുവൻ ലൈറ്റിന് തിരിക്കണമെന്നില്ല. കണ്ടില്ലേ, ഞാൻ അയച്ച് കാണിച്ചു തരാം. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇത് ടൈറ്റ് ആയി. ഇനി ഇത് നമുക്ക് ഏത് ആംഗിളിലാണ് ഇത് വേണ്ടത് എന്നുള്ളത് നമ്മൾ അത് സെറ്റ് ചെയ്യാം. ഇതിന്റെ ബാക്കിൽ ഒരു സ്ക്രൂ ഉണ്ട്. ഇതിന്റെ ബാക്കിൽ ഒന്ന് നോക്കിയാൽ കണ്ട ഈ സ്ക്രൂ കണ്ടില്ലേ, ഈ സ്ക്രൂ ലൂസ് ആക്കിയിട്ട് നമുക്ക് ഇതിനെ എങ്ങനത്തെ സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡയറക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതൊന്നും ടൈറ്റ് ആക്കി കൊടുത്താൽ ഇത് അവിടെ സ്റ്റഡി ആക്കി നിന്നോളും. ആ സ്ക്രൂ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളതാണ് ഈ സ്റ്റാൻഡ്. അത് നേരത്തെ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇതൊന്ന് ഇതാക്കിയതിന് ശേഷം ഇതൊന്ന് ലൂസാക്കുക. ഉണ്ടല്ലേ, ഇതിപ്പോൾ ടൈറ്റ് ആയി. ഇതിന് ശേഷം നമ്മൾ ഏകദേശം സെന്ററിൽ മൊബൈൽ കണക്ട് ചെയ്യുക. നമുക്കിത് ലൂസാക്കിയിട്ട് ഏത് ഡയറക്ഷനിലാണ് മൊബൈൽ വെക്കുന്നത്, വെർട്ടിക്കലാണോ, നിങ്ങൾ ടിക്ടോക്ക് അല്ല അങ്ങനത്തെ ഈ പ്ലോട്രേറ്റ് മോഡലാണെങ്കിൽ തിരിച്ചു വെക്കുക. ഇത് ഇട്ടാക്കിയതിന് ശേഷം ഇതിന്റെ ബാക്കിലത്തെ സ്ക്രൂ കണ്ടില്ലേ, ഇത് ടൈറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പൊ നമുക്കിത് ഫ്ലെക്സിബിൾ ആയി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കേബിൾ ലെങ്ത് കൂട്ടുക. എന്ന് വെച്ചാൽ ഇതിന്റെ വെയിറ്റ് വരരുത്. നോർമലാക്കി നമുക്കിത് എവിടെയാണ് പവർ സോക്കറ്റ് ഉള്ളത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഉള്ളത് അങ്ങോട്ട് ഇത് കൊണ്ടുപോവുക. ഏകദേശം 2 മീറ്ററോളം ഇതിന്റെ കേബിൾ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. കേബിൾ അത്യാവശ്യം വലിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൽ മൊബൈല് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് വീഡിയോ എടുക്കുന്ന ഒരു മൊബൈൽ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നോട്ട് 4 ഉണ്ട്, 2 ഫോൺ ഉണ്ട്. അപ്പോൾ ഈ ഫോണിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഫോൺ ഞാൻ ഇതിൽ ടൈറ്റ് ആക്കാൻ പോകണം. ഓക്കെ, ഇപ്പൊ മൊബൈൽ ഞാൻ ഓൾറെഡി ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ മൊബൈലിലുള്ള നിങ്ങൾ കളറൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, തീരെ ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒപ്പം ഞാൻ ഓൾറെഡി പവർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ റിമോട്ട് കൺട്രോളുണ്ട്. എങ്ങനെയാണ് ഇത് ഓൺ ആക്കാനുള്ള റിമോട്ട് അല്ല, ഇതിന്റെ സ്വിച്ചുകളൊക്കെ ഇതുമുണ്ട്. നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. ഇപ്പൊ ഞാനിത് ഓൺ ആക്കി ലൈറ്റ്. ഇപ്പൊ എന്റെ ഫേസിൽ വരുന്ന ആ കളറിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അതിൽ നോക്കുക ആദ്യം. ഇനി ഞാനിപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ നോട്ട് 9 ആണ്. അപ്പോൾ അത് തന്നെ വെച്ചിട്ടുള്ള വ്യത്യാസം കാണിച്ചാൽ ഇപ്പൊ റൂമിൽ വേറെ എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇല്ല. റൂമിൽ നോർമലി നമ്മളെ പുറത്തുനിന്ന് വരുന്ന ആ വെളിച്ചത്തിന്റെ ഒരു കളറേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ റിംഗ് ലൈറ്റ് ഒന്ന് ഓണാക്കി വ്യത്യാസം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ടാ. അങ്ങനെ 3 തരം വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓരോ നിങ്ങളെ തീം അനുസരിച്ചിട്ട് മാറ്റാം. ഇതിനെ ബ്രൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അടാ, ഇതാണ് ഒരു വാം വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ
ഒരു വൈറ്റ്. അങ്ങനെ ഇതിന്റെ ചില പേരാണെങ്കിലും ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. 3 കളറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന്റെ ബ്രൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ ഓപ്ഷൻസ് ഇതിലുണ്ട്. കണ്ടില്ലേ? ഇത് ഞാൻ കുറച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫേസിന്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാനും കുറക്കാനൊക്കെ പറ്റും. ഇതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ക്യാമറ നമുക്ക് നോക്കണ ഒരു ചെറിയൊരു ആംഗിൾ ചില സമയത്ത് വ്യത്യാസം വരാറുണ്ട്. ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടാണ് സംസാരിക്കാറ് സെൽഫി എടുക്കുമ്പോൾ. അതിന്റെ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. കോങ്ങണമെന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനത്തെ ഒരു അപ്പോൾ ഇത് ഞാൻ ബ്രൈറ്റ് കുറച്ച് ഇത് നമുക്ക് നന്നായി കുറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കൂട്ടിയിട്ട് കൊണ്ടുവരാം. ഞാൻ ജസ്റ്റ് ഇതുമ്പോൾ തന്നെ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. കണ്ടില്ലേ? അത്യാവശ്യം നല്ല കളർ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള റിംഗ് ലൈറ്റ് എടുക്കുക. നിങ്ങൾ നൂണിൽ നിന്നായാലും ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും എവിടുന്ന് എടുക്കുകയാണെങ്കിലും അതിന്റെ സൈസ് അതന്നെ അല്ലേ നോക്കുക, ഡിസ്ക്രിപ്ഷൻ നോക്കുക, സ്പെസിഫിക്കേഷൻ നോക്കുക, സെയിം ആയിട്ട് എല്ലാവരും ഡെലിവറി ചെയ്തിട്ടുള്ളത് നോക്കുക. എങ്കിലേ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടുള്ളൂ. ഇതിൽ കുറെ ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതിൽ സപ്ലയർമാർ ചിലപ്പോൾ റോങ് ഐറ്റംസ് അയച്ചുതരാം, കംപ്ലൈന്റ് ആയ സാധനം അയച്ചുതരാനൊക്കെ സാധ്യത ഉണ്ട്. അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ സാധനങ്ങൾ നല്ലതാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എപ്പോഴും നല്ല ഓഫറുള്ള നല്ല പ്രൈസുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എടുക്കുക. കുറവുള്ളത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ഞങ്ങൾക്ക് ഇതൊന്ന് ഓഫ് ആക്കി അതിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടോട്ടാ. ഞാനിപ്പോൾ ഇതിന്റെ പവർ ഒന്ന് ഓഫ് ആക്കാൻ പോവാണ്. കണ്ടില്ലേ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നോക്കി. ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും വ്യത്യാസം. ഇനി കളർ മാറി 1 2 3 3 കളറാണ്. നിങ്ങൾക്ക് ഏത് തീം അനുസരിച്ചും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കന്റെ അടുത്തുള്ള ഓൾ നിർബന്ധമായി നിൽക്കുക. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഏകദേശം ഒരു കൊല്ലത്തിന് മേലായി ഞാനിത് തുടങ്ങിയിട്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് വ്യൂ കൗണ്ട് ഒക്കെ വളരെ കുറവാണ്. അത് ചില ഒരു സങ്കടമൊക്കെ വരുത്താറുണ്ട്. എങ്കിലും കുറെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ക്വാളിറ്റി അല്ലെങ്കിലും വളരെ മോശമല്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കിപ്പോൾ നിങ്ങളൊക്കെ കമന്റ് ചെയ്യുന്ന എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തുടർന്നുണ്ടാകുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.